ഇരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കന്മാർ, ACCയുടെ പ്രസിഡന്റ് പ്രവീണേട്ടൻ, പ്രിയപ്പെട്ട പാറക്കൽ അബ്ദുള്ള സാഹിബ്, ഈ വടകര നിയോജകമണ്ഡലത്തിൻ്റെ ബഹുമാന്യയായ MLA രമേശി, ബഹുമാനപ്പെട്ട MC, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന അഫ്നാസ് ചോറോഡ അടക്കമുള്ള നേതാക്കളെ, ഈ പരിപാടിയിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, താഴത്തങ്ങാടി അതിൻ്റെ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന അത്യുജ്വലമായ സമ്മേളനമാണ് നിങ്ങളിവിടെ സംഘടിപ്പിച്ചത് എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട MC-യോട് അവിടെ ഇരിക്കുമ്പോൾ ഈ ഗ്രൗണ്ടിനെ കുറിച്ച്, ഈ പ്രദേശത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഒരുപാട് നേതാക്കന്മാർ പ്രസംഗിച്ച മണ്ണാണിത്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് നേരം വെളുക്കുന്നത് വരെ ആയിരക്കണക്കിന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത ഒരു മണ്ണാണിത്. ഈ മണ്ണിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുക്കാനാണ്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലമായ ഒരു തെരഞ്ഞെടുപ്പല്ല, ഈ രാജ്യം നിലനിർത്താനുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യം നിലനിർത്താൻ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാഫി പറമ്പിലിന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നമ്മൾ വിജയിപ്പിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ചെറിയ പെരുന്നാളിന്റെ ആഘോഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ചെറിയ പെരുന്നാൾ നമുക്കൊരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. നമ്മളെപ്പോഴാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്? ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനത്തിന്റെ ഒടുവിലാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഒരു മാസത്തെ പട്ടിണിക്ക് ശേഷം ഒരു പെരുന്നാൾ. പട്ടിണിക്കാരനോട് പറയുന്നു, നിനക്കൊരു പെരുന്നാളുണ്ട്. ആ പെരുന്നാളാണ് ചെറിയ പെരുന്നാൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസത്തിൽ ഒരു സന്തോഷമുണ്ട്, ഒരു പ്രതിസന്ധിയിൽ ഒരു ആശ്വാസമുണ്ട്. രാജ്യം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവനോട് നമ്മൾ പറയുന്നത്, നിരാശപ്പെടരുത്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ജൂൺ 4-ാം തീയതി ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും വാർത്തകൾ ഈ രാജ്യത്ത് വരിക തന്നെ ചെയ്യും എന്ന സന്ദേശമാണ് ഈ പെരുന്നാൾ നമുക്ക് പകർന്നു നൽകുന്നത്.